ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് 79 വയസ്സാവുന്ന ഈ സന്ദർഭത്തിൽ ഒട്ടും സന്തോഷകരമല്ലാതെ വേണം നമ്മുടെ ഈ കഴിഞ്ഞ ഏതാണ്ട് 3/4 നൂറ്റാണ്ട് കാലത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതെന്നുള്ളത് തന്നെ വളരെ സങ്കടകരമായ കാര്യമാണ്. 1997, അതായത് സ്വാതന്ത്ര്യത്തിന് 50 വർഷം തികഞ്ഞ കൊല്ലം, അന്നത്തെ എൻ്റെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ ഞാൻ സംസാരിച്ചു തുടങ്ങാം. 97 ഒരു സുഹൃത്ത് സദസ്സിൽ വെച്ചിട്ട് ഒരു ടെലിവിഷൻ ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ, എൻ്റെ ഒരു സുഹൃത്ത്, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് ജനിച്ച ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതൊരു പുതുമയുള്ള കാര്യമല്ല. BBC അത്ര ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് മുമ്പ്. മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്നുള്ള റഷ്ദിയുടെ സങ്കല്പം പോലും അതിൽ വരുന്നതാണ്. നിൻ്റെ ഒരു പുതിയ ഒരു ഇന്നോവേഷനായിട്ട് നീ എടുക്കണ്ട. ആ ചർച്ചയുടെ അന്ന് രാത്രി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അന്നത്തെ ദിവസം മരിച്ച ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് അങ്ങനെ ആലോചിക്കാമല്ലോ എന്ന് ഞാൻ. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അന്ന് മരിച്ച ആളുകൾ, അതുവരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ച, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ ഇന്ന് ആഘോഷപൂർവ്വം വിളിക്കുന്ന ഒരു സഹന സമരത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകളെ കുറിച്ച് ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് അന്ന് രാത്രി കോമയിലായിപ്പോയ ഒരാൾ ആണ് അതിനൊരു ഇന്ത്യൻ സൈക്കായിട്ട് അന്നത്തോടുകൂടി ഒരു ഫിസിയോളജിക്കൽ കോമയിൽ എത്തിയ ഒരു മനുഷ്യനെ പോലെ സ്തംഭിച്ചു പോയൊരു ജനതയായിട്ട് ഇന്ന് 97 നിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയെ തന്നെ കാണേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഏകാന്തതയുടെ 50 വർഷങ്ങൾ നടന്ന കവിത ഞാൻ എഴുതുന്നത്. രാഘവൻ എന്ന് പറയുന്ന അന്നത്തെ ഒരു ലെഫ്റ്റ് ഒരു പക്ഷേ ഒരു മാർക്സിസ്റ്റ് റഷ്യൻ ലീനിയേജൊക്കെ തോന്നിയിട്ടുള്ള ഒരു കോൺഗ്രസ് 17-18 വയസ്സുകാരനായ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് പഠിക്കാൻ പോയ ഒരു യുവാവ് കോൺഗ്രസിൻ്റെ ലൈനിനും അല്ലെങ്കിൽ ഗാന്ധിയൻ ലൈനിനോടൊക്കെ സംശയം തോന്നുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പക്ഷേ ഒരു പിന്നോക്ക സമുദായത്തിൽ ഒറ്റപ്പെട്ടതായിരിക്കാവുന്ന തെക്കൻ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു യുവാവ് സ്വാതന്ത്ര്യത്തിൻ്റെ തലേ ദിവസം ഏതോ ഒരു കലാപത്തിൽ പങ്കെടുത്തിട്ട് തലച്ചോറിന് ക്ഷതം വന്ന് വീട്ടിൽ വന്ന് കിടക്കുകയും കോമയിലാവുകയും ചെയ്യും. പിന്നെ 50 കൊല്ലം അയാൾ കോമയിൽ തുടരുകയും ചെയ്യുന്ന അങ്ങനെ പകുതി ശരീരം മാത്രമായ ആ മനുഷ്യന് ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ഒരു ടെലിവിഷൻ ക്രൂ, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂലാണ് ആ കവിത, അത് നെറേറ്റീവ് പോയം എന്നുള്ള നിലയ്ക്ക്. അത് പ്രത്യേക രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട കവിതയൊക്കെയാണ്. പക്ഷെ ഞാൻ അന്ന് നോക്കിക്കാണുമ്പോൾ പോലും ഞാൻ കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ 50 കൊല്ലം കോമയിൽ കിടക്കുകയും അവൻ്റെ അന്നത്തെ സഹോദരി വയസ്സായ ഒരു അമ്മൂമ്മയായിട്ട് സംസാരിക്കുന്നതും അമ്മൂമ്മയുടെ സംസാരം ക്യാമറ തന്നെ സ്വയം മെമ്മറികളിലേക്ക് പിറകിലേക്ക് പോകുന്ന ഒരു സിനിമയുടെ ഫ്ലാഷ് ബാക്ക് പോലെ അങ്ങനത്തെ സ്ട്രക്ചറിൽ ഇന്ത്യയെ വായിച്ചെടുക്കുന്നൊക്കെ ഞാനെന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിചാരിച്ചെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ വായിച്ചു അപ്പോഴും ഇന്ത്യയിലെ ജനാധിപത്യമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ കാർഷികമായ ഒരു ഫെർട്ടിലിറ്റിക്ക് ഭംഗം വന്ന കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ജനത അങ്ങനെയൊക്കെയുള്ള ലെവലിൽ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. പക്ഷെ മറിച്ച് ഇത്രയും വലിയ ഒരു എന്താണ് ജിയോപാർഡി എന്നൊക്കെ പറയാതെ മുഴുവൻ തിരിച്ചിടുന്ന പോലത്തെ വലിയൊരു ദുരന്തം ആ കവിതയ്ക്ക് പഠിക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ ഇപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ. പക്ഷെ ഗാന്ധിജി ഒറ്റയ്ക്കാവാൻ പോകുന്നു ചേച്ചി, പുര കത്തുന്നൊരു ഉച്ചയ്ക്ക് ഊണുപാത്രത്തിൽ കണ്ണും നട്ട് നൊന്തവെന്നൊക്കെ പറഞ്ഞ വരിയൊക്കെ അതിൻ്റെ അകത്തുണ്ട്. എന്തായാലും ഗാന്ധിയൻ ഏകാന്തത, അതുപോലെ ഈ ഇത്തരം കോമയിൽപ്പെടുന്ന ഒറ്റപ്പെട്ട മനുഷ്യരുടെ ഏകാന്തത, ഇതുപോലത്തെ സംഭവങ്ങൾ കവിതയിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ആ കവിത എഴുതുന്ന കാലത്താണ് ഞാനൊരു പാൻ ഇന്ത്യൻ ദുരന്തത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ തുടങ്ങുന്നത്. ശരിക്കും നമ്മുടെ ജനത അതുവരെ സുഖമായിട്ട് നല്ല ഒരുപാട് പണമുള്ള മുന്നോക്കാവസ്ഥയുള്ള വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടികളെ പോലെ സുഖകരമായിരുന്നു നമ്മുടെ മുൻതലമുറയുടെയും കൗമാരവും യൗവനവും ഒക്കെ. കുടുംബസ്വത്ത് കൊണ്ട് ജീവിക്കുക എന്ന് പറയും, അതിൻ്റെ ഒരു ഈസിനെസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കാലത്ത് ഒരു കുട്ടി പറയുമായിരുന്നു, ഞങ്ങളുടെ കാലത്ത് ചെറിയ കുഞ്ഞായിരുന്ന ഒരു മോൾ, അവൾ ഇപ്പോൾ വലുതായി, അവളൊരു ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറുള്ള കൊച്ചാണ്. അവൾ 9ലും 8ലും പഠിക്കുമ്പോൾ അവൾ പറയും, മാമന്മാരെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്, നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ചെറുതായിരിക്കുമ്പോഴും ഇന്ദിരാഗാന്ധി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി, കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി, നിങ്ങൾക്ക് വലിയ മാറ്റം, നിങ്ങൾ സന്തോഷമായിട്ട് എന്ത് പരിധി, നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നു, നിങ്ങൾ ഇച്ഛാഭംഗങ്ങളുള്ളപ്പോൾ നിങ്ങൾ കള്ളു കുടിക്കുന്നു, സുഖമുള്ള ജനതയാണ്. ഇപ്പോഴെന്ന് ഞങ്ങൾ ആദ്യം എന്തെല്ലാം ഡിവൈസുകൾ തന്നെ മാറി, ടേപ്പ് റെക്കോർഡറിൽ നിന്ന് ഫ്ലോപ്പി ഡിസ്കിലേക്കും ഫ്ലോപ്പി ഡിസ്കിൽ നിന്ന് CD-യിലേക്കും മാറുന്ന പോലെ പ്രധാനമന്ത്രിമാർ മാറുന്നു, രാജ്യം മാറുന്നു, ഇൻസ്റ്റബിലിറ്റി വരുന്നു, ലോകം മുഴുവനും മാറി ഇൻ്റർനെറ്റ് വരുന്നു, ഭ്രാന്ത് പിടിക്കുന്ന ഒരു ജനറേഷനാണ്. ഞങ്ങൾക്ക് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷവും ആനന്ദവും കാണുമ്പോൾ
അസൂയ വരുന്ന ഈ കുട്ടി പറയുകയായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുത്ത ഒരു ഇന്ത്യയെക്കുറിച്ചാണ് ഈ 79ാമത്തെ വർഷമായിരുന്നു ആലോചിക്കേണ്ടത്. ആ ഇന്ത്യയിലത്തെ മുമ്പുണ്ടായിരുന്ന സങ്കീർണതകൾ കൂടുതൽ മൂർച്ഛിച്ചു എന്ന് ലളിതമായി പറയാമെങ്കിലും എങ്ങനെ മൂർച്ഛിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ആലോചന ആവശ്യമായ സന്ദർഭമായിരിക്കേണ്ടത്. തീർച്ചയായിട്ടും 50കളിൽ അല്ലെങ്കിൽ 40കളിൽ തന്നെ, ഒരുപക്ഷെ 40കൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു മുസ്ലിം അരക്ഷിതത്വ ബോധത്തിൻ്റെ തുടർച്ചയായിട്ട് 40കളിൽ മുസ്ലിം ലീഗിൻ്റെ കർശനമായ ഇടപെടലും വിശ്വഹിന്ദു പക്ഷേ അതൊക്കെ ഇനി ചരിത്രമൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഡിവിഷൻ സംഭവിച്ചു, ഇന്ത്യയുടെ ഡിവിഷൻ ഇന്നവിറ്റബിളി സംഭവിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ ഡിവിഷൻ്റെ സമയത്തും മറ്റു തരം പരിഷ്കരണങ്ങളുടെ സമയത്തും ഇന്ത്യ ഒരർത്ഥത്തിൽ സെക്കുലറായ ക്രെഡൻഷ്യൽസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നെഹ്റുവിയൻ മോഡേണിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രമിക്കുന്ന കാലത്തും ഗാന്ധിയുടെ ദുരന്തത്തിന് ശേഷവും ഒക്കെ തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യം, ഇന്ത്യയിലെ ഈ വൈജാത്യങ്ങൾ നമ്മൾ ഡെമോക്രാറ്റിക് സ്ട്രക്ചറിൽ പരിഹരിച്ചു ലോകത്തിന് മുമ്പിൽ തോന്നിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഒരു വലിയ അനേകം നോൺ ലീനിയറായ വൈരുദ്ധികൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അത് ഏറ്റവും ഒന്നാമത് പറയേണ്ട വൈരുദ്ധ്യം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റാണ്. നോർത്ത് ഈസ്റ്റിൻ്റെ റോൾ എന്താണെന്ന് പറയുന്നത്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് അവർക്ക് തന്നെ അന്നും ഇന്നും അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ അനേകം എത്നിക് കോൺഫ്ലിക്റ്റുകളുടെയും കോംപ്ലക്സിറ്റിയുള്ള തരം സാംസ്കാരികവും ചരിത്രപരവുമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളുടെയും ഭാഷാപരമായ വൈരുദ്ധ്യങ്ങളുടെയും ഒക്കെ നടുക്ക് കിടക്കുന്ന അനേകം ജനതകളുടെ ഒരു സമാഹാരമാണ്. അഹോമി കിങ്ഡത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയാമെങ്കിലും അതിന് സിനോ ടിബറ്റൻ കൾച്ചറിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ മെയിൻ സ്ട്രീമായിട്ടൊരു ബന്ധവുമില്ലായിരുന്നു. സാംസ്കാരികമായിട്ട് ഒരുപക്ഷെ യും പഞ്ചാബും അവിഭക്ത പഞ്ചാബും ഒക്കെ ഷെയർ ചെയ്യുന്ന ഇന്ന് പാകിസ്ഥാനായി പോയ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഷെയർ ചെയ്യുന്ന കോമൺ ആയ ഒരു ദേശീയത ഒന്നും ഇല്ല വാസ്തവത്തിൽ നോർത്ത് ഈസ്റ്റിന്. സൗത്തിന് പോലും വേറൊരു രീതിയിൽ ഈ വടക്കേ ഇന്ത്യയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ചില മുന്നോക്കാവസ്ഥകളുണ്ടായിരുന്നു. ഒരു പാൻ ഇന്ത്യനിസം ബ്രിട്ടീഷുകാരുടെ കെയർ ഓഫിലെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലത്ത് പോലും അവർ ബ്രിട്ടീഷുകാർ തന്ന ഒരു കൊളോണിയൽ നാഷണലിസത്തിൽ പോലും അവർ കുറച്ച് വിതേഡായിട്ടുള്ള ഒരു വിഭാഗമാണ്. അതാണ് ഒന്നാമത്തെ എത്നിക് ഇഷ്യൂ. അതുപോലെ തന്നെ ആന്തരികമായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഒരു വലിയ കീഴാള ജനത പുഴുക്കളെ പോലെ നൊരയ്ക്കുന്ന വലിയൊരു ജനസംഖ്യ കിടപ്പുണ്ടായിരുന്നു. ഒരിക്കൽ പോലും കമ്മ്യൂണിസ്റ്റുകാർ ബൂർഷ്വാ നവോത്ഥാനം, ബൂർഷ്വാ ഹ്യൂമനിസം ഒക്കെ വാക്കൊക്കെ ഉപയോഗിക്കുമെങ്കിൽ പോലും അവരുടെ സോഷ്യലിസ്റ്റ് ഐഡിയോളജിയിൽ ഒരിക്കലും ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെയും ഇന്ത്യയിലെ ട്രൈബൽ ലൈഫിൻ്റെയും ഒക്കെ തന്നെ വിഭാഗീയതയിൽ കൂടെ ഉണ്ടായിട്ടുള്ള മാർജിനലൈസേഷൻസിനെ കുറിച്ചിട്ടുള്ള അവബോധം വളരെ കുറവ് തന്നെയായിരുന്നു. ഒരുപക്ഷെ ലോഹിത് സോഷ്യലിസ്റ്റുകളിൽ ചില ആളുകൾ മാത്രമാണ് അതിനെ തൊടാൻ നോക്കിയിട്ടുള്ളത്, അംബേദ്കർ ഒഴിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞ ഇസ്ലാം സ്കോളേഴ്സും പണ്ഡിതരും പ്രത്യേകിച്ചും ഷിയ ഒരു ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുള്ള വലിയ നേതാക്കന്മാരായിട്ട് ചില അവരൊക്കെ പോലും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സവർണ മുസ്ലിമിനെ തന്നെയായിരുന്നു അക്കാലത്ത്. ഇന്ത്യയിൽ വലിയ ഒരു അവർണ ജനത മുസ്ലിങ്ങൾ നമ്മുടെ ചേരികളിൽ, ഒരുപക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ പറയൻ്റെയും പൊലേൻ്റെയും തന്നെ അതേ സ്റ്റാറ്റസിലുള്ള ഒരു മുസ്ലിം ജനത നമ്മുടെ കോഴിക്കോടത്തെ തിരുവനന്തപുരത്തെ ബംഗ്ലാദേശ് കോളനി പോലത്തെ സ്ഥലങ്ങളിൽ കാണാവുന്ന ക്രോസ് സെക്ഷൻ ഇന്ത്യ മുഴുവനും ഇക്കാലത്തും അതിൻ്റെ അവശേഷിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിരുന്ന അപൂർവം ആളുകൾ ഒരാൾ മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി വലിയ പൊളിറ്റീഷ്യനാണ്. പക്ഷേ ഗാന്ധിയെ സംബന്ധിച്ചുള്ള പ്രിഫറൻസുകൾ എപ്പോഴും അത് കുഴപ്പത്തിലായിരുന്നു. കാര്യം ഗാന്ധിയുടെ പ്രിഫറൻസ് ഒരു പുതിയ ദേശീയത സൃഷ്ടിക്കലായിരുന്നു, ഒരു ആധുനിക ദേശീയത. അതിൻ്റെ ഭാഗമായിട്ട് കക്ഷി നടത്തിയിട്ടുള്ള ഒരുപാട് തരം കോംപ്രമൈസുകളും സ്ട്രാറ്റജിക്കലായ മിസ്റ്റേക്കുകളൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. എല്ലാത്തിനും ഒടുവിലും 50കളിൽ നമ്മൾ പോട്ടെ, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ടായി, ഭരണഘടന ഉണ്ടായി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് വിഭജിച്ചു പോയ മറ്റേ ഭാഗത്തെ ഇന്ത്യയെ അപേക്ഷിച്ച് എത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടുകയും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തത്. എന്നിട്ട് പക്ഷേ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ആന്തരിക വൈരുദ്ധ്യങ്ങൾ, ക്യാൻസർസ് ആയിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാലത്ത് തന്നെയാണ് ഒരു എത്തുംപിടി കിട്ടാത്തത് മൂർച്ഛിച്ചിട്ടുള്ളത്. ഒരു സമയത്ത് പോലും നോർത്ത് ഈസ്റ്റിൻ്റെ അകത്ത് വികസനം ഇൻ കോഴ്സ് ഇപ്പോൾ പറഞ്ഞ വികസനമല്ല, ഒരു പ്രൈമറി ആയിട്ടുള്ള മനുഷ്യജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ്സാണ് പറഞ്ഞത്, അതുണ്ടായില്ല. യും ബീഹാറും പോലത്തെ സ്ഥലങ്ങളിൽ കീഴാള ജനതയുടെയോ അതായത് സവർണരുടെ മാത്രം ഭരണത്തിന് കീഴിലുള്ള വലിയൊരു, വാസ്തവത്തിൽ നെഹ്റുവിയൻ കാലം സവർണതയുടെ എന്ന് പറയുമ്പോൾ നമ്മളതൊക്കെ മാറ്റിവെച്ചിട്ട് കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ പോലും ഈ റിയാലിറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയൊരു ക്യാൻസറിൻ്റെ തുടക്കം ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റവും ക്ലാസ് ഡിഫറൻസുകളും എത്നിക് ഡിഫറൻസുകളും ലിംഗ്വിസ്റ്റിക് ഡിഫറൻസുകളും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഹിന്ദി ഓറിയൻറ്റഡ് മധ്യ ഇന്ത്യൻ ഗംഗാ സമതലവും മധ്യ ഇന്ത്യയും ഒരു പരിധി വരെ ഡക്കാൻ വരെയുള്ള പ്രദേശങ്ങളാണ് നമ്മൾ ഇന്ത്യയെ ഡോമിനേറ്റ് ചെയ്തത്. ഒരുപക്ഷെ ബോംബെയിലെ വ്യവസായം ഒഴികെ വേറൊന്നും തന്നെ അങ്ങോട്ട് സപ്പോർട്ട്, ഈ ജനതയിൽ നിന്ന് അങ്ങോട്ട് കിട്ടിയത് എന്താണ്?
ജനത ആകെപ്പാടെ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ധൻബാദ് പോലത്തെ പ്രദേശങ്ങൾ ഫാക്ടറികളിൽ നിന്നൊക്കെ ഉള്ള മനുഷ്യ വിഭവശേഷിയും കുറച്ച് റിസോഴ്സും അല്ലാതെ ബാക്കി മുഴുവനും മറ്റ് ഭാഗങ്ങളുടെ റിസോഴ്സാണ്. പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആന്ധ്ര പോലെ കാർഷിക അല്ലെങ്കിൽ പഞ്ചാബ് പോലെ അങ്ങ് മൂലയ്ക്ക് കിടക്കുന്ന പഞ്ചാബാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്തൊരു ജനതയാണ്. ഇപ്പോഴും അവർ ചോദിക്കുന്ന ചോദ്യം അതാണ്. അവർ രണ്ടാക്കപ്പെട്ടു, പലതാക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. ഏറ്റവും അവസാനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഇത്തിരി തീവ്രവാദപരമായ ചോദ്യം വന്നപ്പോഴത്തേക്കും ആ ചോദ്യത്തിനെതിരെ ഇന്ത്യൻ ജനത, ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം അവർക്കെതിരായി. ഇത്രയും ഡൈനാമിക്കായിട്ട് നമ്മുടെ നോർത്തേൺ രാഷ്ട്രീയത്തിൻ്റെ, മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിൻ്റെ ഹിസ്റ്ററി, സംസ്കാരമായിട്ട് ഘടിപ്പിക്കുന്ന ഹിസ്റ്ററി, കലയുമായിട്ട് ബന്ധപ്പെടുന്ന ഹിസ്റ്ററി, മതങ്ങളെ സമന്വയിപ്പിക്കുന്ന ഹിസ്റ്ററി, ഇതൊക്കെ ഉള്ളൊരു പ്രദേശം. പലരും പറയാറുണ്ട് ഞാൻ പിന്നെ പാകിസ്ഥാനും ഇന്ത്യയും എന്നുള്ള വ്യത്യാസം മറികടന്ന് വേണം നമ്മൾ ചിന്തിക്കുക. ലാഹോർ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ജംഗ്ഷനായിരുന്നു. പല സംസ്കാരങ്ങൾ, സംഗീതത്തിൻ്റെ, സൂഫിസത്തിൻ്റെ, അതാണ് സ്പിരിച്വാലിറ്റിയുടേത്, അങ്ങനെ പലതരം നമ്മുടെ പ്രാചീനവും മധ്യകാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംസ്കാരങ്ങളുടെ, ഭാഷകളുടെയൊക്കെ സംഗമസ്ഥാനമായിരുന്നു ലാഹോർ. ലാഹോറിൽ നിന്ന് സിഖ് ജനത ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സിഖ് ജനത വ്യാപാരം കൊല്ലപ്പെട്ട് ലാഹോറിൻ്റെ ചണ്ടിയാണ് പിന്നെ അവിടെ അവശേഷിച്ചത്. ഇത് ഒരു വലിയ അധോലോകമുള്ള ഒരു ഏഷ്യൻ പട്ടണമായിട്ട് അത് മാറുകയാണ് പിന്നീട്. അതുപോലെയാണ് ഇന്ത്യൻ പട്ടണങ്ങളെക്കുറിച്ച് വാസ്തവത്തിൽ നമ്മൾ വിചാരിക്കുമല്ലോ, കൽക്കത്തയ്ക്കൊക്കെ വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ചണ്ടിയാണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ആ ചണ്ടിക്കകത്ത് വളർന്നു വന്ന ക്യാൻസറുകളാണ് ഇന്ന് ഈ കഴിഞ്ഞ ഒരു 25-30 കൊല്ലമായിട്ട്, പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥയ്ക്കകത്ത് ഭാഗികമായി നടന്ന വലിയ ഗൂഢാലോചനകളുടെ തുടർച്ചയും മണ്ഡൽ കമ്മീഷൻ്റെ കാലത്തുണ്ടായ നിരുത്തരവാദപരമായ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ സ്റ്റാൻഡിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് നമ്മളിത് കയ്യിൽ കൊണ്ട് കൊടുക്കും പോലെ ഇന്ത്യയിൽ ആ ക്യാൻസറിൻ്റെ കയ്യിലേക്ക് കുറേശ്ശെ വികസിച്ച് ഒരു സെക്കൻഡ് സ്റ്റേജ് ആവാതെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്ന ക്യാൻസറിനെ നമ്മൾ ഒരു വലിയ പടർച്ചയിലേക്ക്, ഒരുപക്ഷെ കയ്യിൽ കിട്ടാത്ത വിധത്തിൽ ഫോർത്ത് സ്റ്റേജിലേക്ക് ആവുന്ന ക്യാൻസർ എന്ന് പറയുന്ന പോലെ ഉള്ള അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഹിന്ദുത്വയുടെ വളർച്ച എന്ന് പറയുന്നത്. അത് ബ്രാഹ്മണൈസേഷൻ്റെ വളർച്ചയാണ് ഒരു വഴിക്ക്, വേറൊരു വഴിക്ക് ഫാസിസത്തിൻ്റെ വളർച്ചയാണ്, ഒരു വഴിക്ക് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ പരിമിതികൾക്കിടയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അടിക്കല്ലിൽ തോണ്ടുന്നൊരു സംഭവമാണ്. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് 79ാമത്തെ സ്വാതന്ത്ര്യ ആഘോഷിക്കുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം കൂടെ അതിൻ്റെ അകത്തുള്ളത് തലമുറകളുടെ പ്രശ്നമാണ്. നെഹ്റുവിയൻ കാലത്തിൻ്റെ ജനറേഷൻ്റെ വാർത്തകളെങ്കിലും കേട്ട് വളർന്ന ജനറേഷനാണ് എൻ്റെയൊക്കെ. ഒരുപക്ഷെ ഇപ്പം മിഡ് ഏജിലേക്ക് കിടക്കുന്ന ജനറേഷൻ. പക്ഷേ ഞങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള ഒരു ജനറേഷൻ്റെ, പ്രത്യേകിച്ച് എമർജിങ് മിഡിൽ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണ്. ഒരു രാഷ്ട്രത്തിലേക്ക് ഇത്തരം നേഷൻ സ്റ്റേറ്റുകളിലെ പല കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് അവരാണ് പലപ്പോഴും. കാര്യം അവർക്ക് അത്രത്തോളം റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ഇപ്പോൾ കാര്യം കാർഷിക സമൂഹങ്ങളില്ലാതായതോടുകൂടി റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസിൻ്റെ കയ്യിലാവുകയാണ്. അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് അല്ല അതിന് പറയേണ്ടത്, ജനറേറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയും. ഇൻഫ്രാസ്ട്രക്ചറൽ ജനറേഷൻ്റെയൊക്കെ ഫോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യവിഭവശേഷി എന്ന് ചുരുക്കി പറയാം. അതിൻ്റെ മുഴുവനും ആധാരമായ പുതിയ തലമുറ, ഏറ്റവും പുതിയ തലമുറയിൽ യാതൊരു വിധത്തിലും ഇത്തരം ഒരു രാഷ്ട്രീയ ബോധം, ഈ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറിനെ കുറിച്ചുള്ള ബോധം വളരെ കുറച്ചേ ഉള്ളൂ, ഒരു മൈനോറിറ്റിയിലേ ഉള്ളൂ എന്നുള്ളത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. വലിയൊരു തൊഴിലില്ലാ പടയായിട്ട് ഇവർ മാറും എന്നൊക്കെ നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം സംസാരിച്ച പല ആളുകളും തൊഴിലില്ലായ്മ അവരെ റീതിങ്ക് ചെയ്യിപ്പിക്കും. അങ്ങനെയൊന്നുമില്ല. തൊഴിലില്ലായ്മ ആളുകൾ റീതിങ്ക് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യുന്നത്. തൊഴിലില്ലായ്മ സിവിൽ സൊസൈറ്റി ഇല്ലാതാക്കും. അർജൻറ്റീനയിൽ റിസഷൻ വന്ന കാലത്ത് നമ്മൾ നേരിട്ട് ടെലിവിഷനിൽ കൂടെ കണ്ടതാണ്. മിഡിൽ ക്ലാസ് മാന്യതകളൊക്കെ മറികടന്നിട്ട് ആളുകൾ നേരെ പോയി കട കുത്തിപ്പൊളിച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഇപ്പം അതിൻ്റെ തുടക്കമാണ് മണിപ്പൂരിനെ ഞാൻ കാണുന്നത്. ഞാൻ ഇത്രയും പെസിമിസ്റ്റിക്കായിട്ട് സംസാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വലിയ ശാസ്ത്രജ്ഞനൊന്നും സാമൂഹ്യ ശാസ്ത്രജ്ഞനൊന്നും അല്ല. പക്ഷേ 10 കൊല്ലം മുമ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട് നോർത്ത് ഈസ്റ്റിൽ നിന്നായിരിക്കും ആദ്യത്തെ ഈ നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനും സിവിൽ സൊസൈറ്റിക്കുള്ള തകർച്ചയുടെ ആദ്യത്തെ രക്തസാക്ഷിത്വം, ആദ്യത്തെ തകർച്ചയുടെ ചോര കണ്ടു തുടങ്ങുന്ന ആയിരിക്കും എന്ന് വിചാരിച്ച് ചോര അവിടെ തന്നെ കണ്ടു തുടങ്ങി. നമ്മളിന്ന് പത്രത്തിൽ ഇന്ത്യൻ പത്രങ്ങളും മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല, മണിപ്പൂരിൽ സിവിൽ സൊസൈറ്റി ഇല്ലാതാക്കി. ഒന്നാമത് മണിപ്പൂർ ഏറ്റവും ഭേദപ്പെട്ടിൽ വന്നുകൊണ്ടിരുന്നൊരു സമയമാണ്. അവിടുത്തെ ഏറ്റവും കോംപ്ലിക്കേറ്റഡായ പ്രദേശമായിരുന്നു. പ്രത്യേക സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷെ എന്നിട്ടും അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഉൾപ്പെടെ അതിന് വളരെ മെച്ചുവേർഡായിട്ട് മണിപ്പൂരിനെ ഒരു ഭേദപ്പെട്ട ഒരു സിവിൽ സമൂഹവും ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ അകത്ത് ക്രമേണ പിടിച്ചു നിൽക്കുന്ന ജനതയായിട്ട് വികസിപ്പിച്ച് വരുന്നൊരു സന്ദർഭത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ് തന്നെയാണ് ഞാൻ കരുതുന്നത് അവിടെ ആ സിവിൽ സൊസൈറ്റി അഴിച്ചുവിടാൻ തീരുമാനിച്ചു. ഇപ്പോൾ യു.പിയിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഏറ്റുമുട്ടിക്കുന്ന വിദ്യയിൽ വളരെ വിദഗ്ധരായിരുന്നു സംഘപരിവാറും അവരുടെ ഉപശാലകളും ഒക്കെ. അതേ തന്ത്രം എത്നിക്
സംഘർഷമുള്ള പ്രദേശങ്ങളിൽ പയറ്റാന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ എത്നിക് സംഘർഷങ്ങളുള്ള പ്രദേശങ്ങളുടെ ഇക്വേഷൻ വേറെയാണ്, ജനതകളുടെ അവസ്ഥ വേറെയാണ്. അതിനൊരുപാട് ക്ലാൻ സ്വഭാവങ്ങളുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി, നമ്മുടെ ഇന്ത്യ അതിർത്തി നിന്ന് വിളിക്കുന്ന പ്രദേശത്തുള്ള ക്ലാൻ സ്വഭാവങ്ങളുടെ പ്രശ്നം അത് അതിർത്തിയാണ്. അതിർത്തി വഴിയുള്ള വിനിമയങ്ങൾ, അനേകം വിനിമയങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ശരിതെറ്റുകളൊക്കെ വേറെ വിഷയം. ചൈനയിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. ഈ അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സ്ഥലത്ത്, ഒരുപാട് റിസോഴ്സ് ഉള്ള സ്ഥലത്ത്, ട്രൈബൽ ഇൻ കോട്ട്സ് ഒരു എത്നിക് സ്വഭാവമുള്ള പല ജനതകൾക്കിടയിലുള്ള സംഘർഷത്തെ നമ്മൾ പഴയ ട്രഡീഷണലായ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളുടെ അതേ പാരാമീറ്റർ വെച്ച് അളന്ന് ആ പാരാമീറ്ററിൻ്റെ അകത്ത് ഒരു ക്രിമിനൽ ഇടപെടൽ നടത്താൻ അമിത്ഷായെ പോലുള്ളവർ ശ്രമിച്ചതിൻ്റെ ഫലമാണ്. അതിൻ്റെ കാരണങ്ങളിൽ പലരും പറയാറില്ല. ശരിക്കും അവിടുത്തെ ഖനികൾ തന്നെയായിരുന്നു ലക്ഷ്യം. ഈ അവിടെ അടഞ്ഞുകിടന്ന ആയുധപ്പുരകൾ തുറന്നു കൊടുക്കുന്ന അവസ്ഥ വന്നു. കൊല്ലങ്ങൾക്ക് മുമ്പ് അടച്ചിട്ടിരുന്ന എങ്ങനെയാണ് ഇന്ത്യ പോലെ ഡെമോക്രാറ്റിക് രാജ്യത്ത് 2 എത്നിക് ജനതകളുടെ കീഴിൽ ഏറ്റവും പുതിയ എക്യുപ്മെൻറ്റ്സ് വരും? ചൈനയിൽ നിന്ന് മാത്രമായിട്ട് അങ്ങനെ കിട്ടുമോ ആയുധങ്ങൾ? അങ്ങനെയൊന്നും കിട്ടില്ല. ഇന്ത്യക്കകത്ത് ഇവിടെ പൂട്ടിയിട്ടിരുന്ന ആയുധങ്ങൾ എടുത്തിട്ടാണ് അടച്ചിട്ടിരുന്ന ആയുധശാലകൾ തുറന്നു കൊടുത്തിട്ടാണ് ഈ കുക്കികളുടെയും മെയ്ത്തികളുടെയും വലിയ സമാന്തര മിലിറ്ററി, ശ്രീലങ്കയിലൊക്കെ ഉള്ള പോലത്തെ മിലിറ്ററി സംവിധാനമായിട്ട് അത് മാറുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു സിവിൽ സൊസൈറ്റി തകർച്ചയുടെ മിനിയേച്ചറാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഭരണഘടന ഇപ്പോൾ അവർ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് അവർക്കിപ്പോൾ അതുകൊണ്ടൊക്കെ ഈ മറ്റേതരം ഫാഷിസം പറ്റത്തില്ല. പക്ഷേ ക്രമേണ ഈ ഒരിക്കൽ തുറന്നുവിട്ട സ്ഥലത്ത് അതുപോലെ തുറന്നു വിട്ടില്ലെങ്കിലും ആ മോഡലിൽ തുറക്കപ്പെടും. തമിഴ്നാടിന് ആ സാധ്യതയുണ്ട് എപ്പോഴും. നമ്മൾ അതൊന്നും മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. തമിഴ്നാട്ടിൽ വലിയ ലിംഗ്വിസ്റ്റിക് എത്നിസിറ്റി ഉള്ള പ്രദേശമാണത്. വേറെ ഒരുപാട് വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ തമിഴ്നാടിനെതിരായിട്ട് ഇപ്പോൾ തന്നെ പല നീക്കങ്ങൾക്ക് തമിഴ്നാട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. കേരളം പോലല്ലേ റെസ്പോണ്ട് ചെയ്യുന്നത്. തെലുങ്കിലും തമിഴ്നാടിനോട് കുറച്ചടുത്ത് നിൽക്കും ചില കാര്യങ്ങളിൽ, അവരുടെ ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. ബംഗാളിന് സ്വഭാവമുണ്ട്, പഞ്ചാബിന് ഓൾറെഡി നമുക്കറിയാം. അങ്ങനെ ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള ഒരു കോർ, ഒരു വൃക്ഷത്തിന് നടുക്കുള്ള കാതൽ മാത്രം ഒരു രാജ്യമായി ചിലപ്പോൾ നിൽക്കുകയും ബാക്കിയുള്ളതിൻ്റെ അകത്ത് എല്ലാം വലിയ വലിയ ടെൻഷൻസ് ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്താ കുഴപ്പമാണെങ്കിൽ ചോദിക്കാൻ വേണമെങ്കിൽ, ഇത് എല്ലാ കാലവും ഒരു രാഷ്ട്രമായിട്ട് നിൽക്കണം എന്നുള്ള ചോദ്യം. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് ഇത് ചെതറുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലത്. ഈ ലോകത്തിനൊരു മുൻമാതൃകയില്ല. നമ്മളിപ്പം ശ്രീലങ്കയിൽ എത്നിക് വാർ, ബോസ്നിയയിൽ പഴയ യൂഗോസ്ലോവിയയുടെ അകത്തുള്ള യുദ്ധങ്ങളോ, സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ചെച്ചിനിയ പോലത്തെ സ്ഥലങ്ങളിലുണ്ടായ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഉണ്ടായ ഇഷ്യൂ, ഇത്തരം പല സ്ഥലങ്ങളിൽ എത്നിക് എലമെൻറ്റ്, ക്ലാസ് പ്രശ്നങ്ങൾ, റേഷ്യൽ ഇഷ്യൂസ്, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസിൻ്റെ പക്ഷേ ഇത്രയും വൈരുദ്ധ്യങ്ങൾ ഒരേ സമയം നോൺ ലീനിയർലി എക്സിസ്റ്റ് ചെയ്യുകയും അതിനെ ഈ 79 വർഷം കൊണ്ടു നടക്കുകയും എന്നിട്ട് പരാജയപ്പെടാതിരിക്കുകയും, ഇപ്പോഴും അമേരിക്കൻ ഡെമോക്രസിയെക്കാളും സാമാന്യമായിട്ട് പല കാര്യങ്ങളിലും ഭേദമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാഗ്ദാനം ചെയ്യുന്ന ഡെമോക്രാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനത്തെ സാധനം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം ഒരു വലിയ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തെ ഒരു ദിവസം രാവിലെ ഒരു പിഞ്ഞാണം പോയിട്ട് ഉടയ്ക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അങ്ങനെ അഥവാ ഉടഞ്ഞിട്ട് വേറെ കഷ്ണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ സംഭവിക്കുന്ന എന്താണ്, വലിയ ബ്ലഡ് ഷെഡ് ഉണ്ടാവും. ആ ബ്ലഡ് ഷെഡിൻ്റെ വിക്ടിംസ് ഏറ്റവും ഡൗൺ ട്രോഡനായ ഇന്ത്യയിലെ ദളിതുകളും ആദിവാസികളും ദരിദ്രരായ മുസ്ലിങ്ങളും ചേരിനിവാസികളും വളരെ സാധാരണക്കാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും ഒക്കെ ആയിട്ട് വലിയൊരു വിഭാഗമായിരിക്കും. നമ്മളിന്നിപ്പോൾ ഗാസ എന്ന് പറഞ്ഞൊരു ചെറിയ സ്ട്രിപ്പിൽ തന്നെ ഒരു ഇപ്പോൾ ഒരു ഇൻഹ്യൂമനായ ഒരു സംഭവം നടന്നിട്ട് 2 വർഷമായിട്ട്, കഴിഞ്ഞ നൂറ്റാണ്ടിലൊന്നും ഹ്യൂമനിസത്തിൻ്റെ നൂറ്റാണ്ടിൽ ഇങ്ങനെ സംഭവിക്കൂലായിരുന്നു. ഇപ്പോൾ ഒരുപാട് തരം മാനവികവാദങ്ങൾ, ഇവിടെ സൂക്ഷ്മമായിട്ടുള്ള ആഖ്യാനങ്ങൾ ഉണ്ടായ ഇത്രയും പുരോഗമിച്ച സൈദ്ധാന്തികമായിട്ട് ഇത്രയും പുരോഗമിച്ച കാലത്ത് പഴയ ഒരു ബ്രോഡ് ഹ്യൂമനിസത്തിൻ്റെ കാലത്തുള്ള അത്രയും മനുഷ്യത്വം നമുക്കില്ലാതായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ എങ്ങോട്ട് പോകണം എന്നുള്ളതിൻ്റെ വലിയ ലക്ഷണമാണ്. നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ യങ്സ്റ്റേഴ്സ് സംസാരിക്കുമ്പോൾ ഓരോ വാക്കിനും ശരിയാണ്, പക്ഷേ അത്തരം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊന്നും വലിയ ബോധമില്ലായിരുന്ന കാലത്ത് പോലും വലിയ ഹ്യൂമനായിട്ട് 2ാം ലോക മഹായുദ്ധം നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്തുമാത്രം ആ യൂറോപ്പ് തന്നെ പല കാര്യങ്ങളിലും എന്ത് കൊളോണിയലിസം ഉണ്ടെങ്കിലും പല കാര്യങ്ങളും ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്ന യൂറോപ്പിലെ ദൈക്ഷണികരായ മനുഷ്യർ പോലും, അനേകം ദൈക്ഷണിക സർവകലാശാലകൾക്കകത്തുള്ള വലിയ വലിയ ആളുകൾ പോലും ഗാസ പോലത്തെ വിഷയത്തിലെടുക്കുന്ന നിലപാടുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം ലോകം മുഴുവനും വലിയൊരു ഫാർ റൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഒരു പക്ഷേ ഗാസയിലെ ഇഷ്യൂവിൽ ആദ്യമായിട്ട് റെസ്പോണ്ട് ചെയ്ത ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക 20-25 കൊല്ലം റേഷ്യൽ ഇഷ്യൂസിൻ്റെ വലിയ സമരങ്ങൾ നടന്നൊരു സ്ഥലമാണ്. അവിടെ ഇപ്പോഴും അതിൻ്റെ റെസണൻസ് ഉണ്ട്. സോവിയറ്റ് യൂണിയന് ശേഷമുള്ള പറയും ഈ വിപ്ലവത്തിൻ്റെ
അനുഭവമുള്ള തലമുറ കഴിയുമ്പോൾ ഈ ചോദന കുറയും പറയും. ഈ റഷ്യൻ കാർഷിക സംവിധാനത്തെക്കുറിച്ചിട്ടുള്ള സ്റ്റാലിനൊക്കെ അതാണ് ഉപയോഗിച്ചത്. ചോദന കുറയാതിരിക്കാനാണ് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പം ഈ ചോദന നഷ്ടപ്പെടുത്താത്ത ഒരു ജനതയാണ് ഇപ്പോഴും. വലിയ റേസിസ്റ്റ് ദുരന്തങ്ങൾക്കകത്ത് നിന്നുള്ള പാഠത്തിൻ്റെ ചോദനകൾ അവശേഷിക്കുന്ന സ്ഥലമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക കാര്യത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് അങ്ങനെ അനുഭവിച്ച ജനതകളാണ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ബാക്കി യൂറോപ്പിൽ ഒന്നൊന്നര നൂറ്റാണ്ടായിട്ട് അല്ലെങ്കിൽ മാക്സിമം 3-4 നൂറ്റാണ്ടായിട്ട് സുഖകരമായി ജീവിക്കുന്ന തരം പിന്നെ യൂറോപ്പിനും അത് മനസ്സിലാകത്തില്ല. ഈവൻ 75 കൊല്ലത്തിലേറെ സ്വസ്ഥമായ ജീവിതമുള്ള ദക്ഷിണേന്ത്യൻ കേരളം പോലുള്ള സ്ഥലത്തിന് അത് മുഴുവൻ മനസ്സിലാകത്തില്ല. നമ്മളത് മനസ്സിലാക്കി തുടങ്ങണം. വലിയ ദുരന്തമാണ് ഒരു പക്ഷേ, അങ്ങനെ ആവാതിരിക്കട്ടെ, എൻ്റെ പ്രവചനം തെറ്റട്ടെ. പണ്ട് ഓസ്ലോ കരാർ കഴിഞ്ഞപ്പം മഹ്മൂദ് ദർവിഷ് പറഞ്ഞത് ഇത് വലിയ വഞ്ചനയാണ്, ഇത് വലിയ ദുരന്തത്തിൽ കലാശിക്കും, ഇത് പലസ്തീനിൻ്റെ ദുരന്തത്തിൽ കലാശിക്കും, പക്ഷേ എൻ്റെ ഈ പ്രവചനം തെറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. എന്ന് പറയുന്ന പോലെ കേരളത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എൻ്റെ പ്രവചനം തെറ്റട്ടെ. പക്ഷേ കേരളത്തിൽ നിന്നുള്ളതല്ല, ദക്ഷിണേന്ത്യയിലേക്കും ഇതിൻ്റെ വലിയ ഇത് വരും. നമ്മുടെ നോർത്ത് ഈസ്റ്റിലേക്ക് അത് വന്നു കഴിഞ്ഞു. ഓൾറെഡി കാശ്മീർ എന്ന് പറയുന്ന വേറൊരു എൻറ്റിറ്റിയാണ്. അതിൻ്റെ എല്ലാ ഭംഗികളെയും നമ്മൾ അവസാനത്തെ സ്നേഹത്തിൻ്റെ അംശവും കാശ്മീരിൽ നമ്മൾ കുഴിച്ചു മൂടി കഴിഞ്ഞു. പഞ്ചാബ് ശരിക്കും ഉള്ളിൽ തീ പിടിച്ചിരിക്കുന്ന പ്രദേശമാണ്. യും ബീഹാറും മധ്യപ്രദേശും ചബ്തുമല്ല, ഉത്തരാഖണ്ഡും അല്ല ഇന്ത്യ എന്ന് ഇവർ മനസ്സിലാക്കണം. ഇവർ വാസ്തവത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ ലെഫ്റ്റുകളും ഇന്ത്യയിലെ ലിബറൽ സെൻട്രിസ്റ്റുകളായ കോൺഗ്രസ്സുകാരും മനസ്സിലാക്കുകയും ഒന്നിച്ച് നിൽക്കുകയും ഇതുവരെ ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുണ്ടായിരുന്ന നമ്മുടെ ലിമിറ്റേഷൻസിന് നമ്മൾ ഒരു പുതിയ നോട്ട്ബുക്ക് തുറന്നിട്ട് എഴുതി തുടങ്ങും. നമ്മൾ അന്ന് ഇന്ത്യയിൽ ഒരു ഇടത്തരക്കാരൻ്റെ ജീവിതത്തെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ സമ്പന്നരുടെ ജീവിതത്തെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ. നമ്മുടെ പാരാമീറ്റേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിനെ ചെയ്തിട്ടാണ്. ഇന്ത്യയിൽ അപ്പർ കാസ്റ്റിനെയും ഒരു പരിധിവരെ മിഡ് കാസ്റ്റിനെയും സെൻറ്റർ ചെയ്തിട്ടാണ്. അതുപോലെ മുസ്ലിങ്ങളോട് ഒരു ഭയം നിറഞ്ഞ ഒരു പരിഗണന മാത്രമാണ് കാലത്തുണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ നിന്നാണ് ആ ക്യാൻസർ തുടങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കണം. വാസ്തവത്തിൽ ഇനിയുള്ള സമരം ബ്ലഡ് ഷെഡ് ആവുകയോ ബ്ലഡ് ഷെഡ് ആവാതിരിക്കുകയോ ദൈവം സഹായിച്ച് എങ്ങനെ വേണോ ആവട്ടെ, പക്ഷേ എന്തെങ്കിലും ഒരു റിവോൾട്ടിൻ്റെതായ അംശം ഉയർന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ ഇനിയുള്ള കാലത്തെ പങ്കാളിത്തം. ഗാന്ധിയെ തന്നെ ഓർമ്മിപ്പിക്കുക. ഗാന്ധി ഖിലാഫത്ത് തുടങ്ങിയ എന്തിനാണെന്ന് RSSകാർ ചോദിച്ചു. അവർക്ക് വെളിവില്ലാത്ത കാര്യം, ഈ ഖിലാഫത്ത് മുസ്ലിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഗാന്ധിയുടെ വലിയൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു. എന്ന് പറയുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും മാർജിനലൈസ്ഡായ വിഭാഗങ്ങളെ മെയിൻ സ്ട്രീം അതിൻ്റെ വലതുപക്ഷ പരീക്ഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ആദിവാസികളുടെ വോട്ട് വരെ സമാഹരിക്കാനുള്ള വലതുപക്ഷ തന്ത്രങ്ങൾ RSS നടപ്പാക്കിയിട്ടുണ്ട്. ആദിവാസി കല്യാണം എന്നൊക്കെ പറഞ്ഞ മേഖലകൾ പമ്പ് ചെയ്യുന്ന പണത്തിന് കണക്കും കഴിയില്ല. വാസ്തവത്തിൽ അതിന് നേരെ ബദലായിട്ട് നൈതിക സമരങ്ങൾ, ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന, അന്യതാബോധമില്ലാതെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങൾ, അതിൻ്റെ സംസ്ഥാപനത്തിൽ കൂടി അതിൽ കൂടെ ക്രമേണയുള്ള സമരങ്ങളിൽ കൂടെ മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു ഭരണം കൊണ്ട്, ഒരു 5 കൊല്ലത്തെ ഒരു ഇലക്ഷൻ്റെ പ്രശ്നം കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല. ഈ വാസ്തവത്തിൽ ഇലക്ഷൻ റിഗിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തെ നമ്മൾ ഇനി അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ. ഇന്ത്യയിലെ ഇലക്ഷൻ റിഗിങ് ഒക്കെ ആദ്യകാലം മുതലേ ഉണ്ട് വാസ്തവത്തിൽ പല സ്ഥലങ്ങളിൽ. അപ്പോൾ അവിടെ മുതൽ പരിഹരിച്ച് തുടങ്ങണം. ഇന്ത്യയിൽ ഏറ്റവും ഡൗൺ ട്രോഡനായിട്ടുള്ള മനുഷ്യരുടെ കൂടെ ആയിട്ട് ഇനി നമുക്ക് ഇന്ത്യയെ പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പൂർണ്ണമായും അവിടെ പോകും. ഭരണഘടന തകർന്നു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അണക്കെട്ട് തകരുന്ന പോലെ ആയിരിക്കും. ഒരു വലിയ അണക്കെട്ട് തകരുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് സാമാന്യ ബോധമുള്ളവർ അവർക്ക് ആലോചിച്ചാൽ പിടികിട്ടും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ തടയണകൾ കെട്ടുന്ന ഒരു ഡീസെൻട്രലൈസ്ഡായ സമരരീതിയും ജനങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഇത് മാറുന്നു. പ്രത്യേകിച്ചും ഈ മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടികളുള്ള ഇടതുപക്ഷത്തിൻ്റെയൊക്കെ തന്നെ ഒരു കോംപ്രമൈസിങ് രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് സവർണാധിഷ്ഠിതവും അധികാരാധിഷ്ഠിതവും പാർലമെൻ്ററി ദൗർബല്യങ്ങൾ കൊണ്ട് ജീർണവുമായിട്ടുള്ള സാധനം ശുദ്ധീകരിക്കപ്പെടണം. അതിന് ചുമ്മാ റൊമാൻറ്റിക്കായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് മുതൽ ഈ അടുത്ത കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ആദ്യമായിട്ട് ദളിത് മെമ്പർ വരുന്നത്. അത് വലിയ ആഘോഷമായിട്ട് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആലോചിച്ച് നോക്കണം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി 100 കൊല്ലം ആകുമ്പോഴാണ് ഒരു ദളിത് കമ്മ്യൂണിറ്റി എന്നൊരാൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നത്. ആദ്യത്തെ പോളിറ്റ് ബ്യൂറോ മുഴുവനും ബ്രാഹ്മണരും മറ്റുമായിരുന്നു. പോട്ടെ, ഇന്ത്യയിലെ സിറ്റുവേഷൻ അതായിരുന്നു. നമ്മളിനി പാസ്റ്റ്, പക്ഷെ ഇനിയുള്ള കാലത്തെങ്കിലും ഈ വിഷയം ഇത് ചെയ്യപ്പെടണം. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇന്ത്യയിൽ സ്വത്വവാദ രാഷ്ട്രീയവും
വളരെ ക്രിട്ടിക്കലായിട്ട് കാണേണ്ട ഒന്നാണ്. ഇന്ത്യയിലെ സ്വത്വവാദ രാഷ്ട്രീയത്തിന് വിഭാഗീയതയുണ്ട് വാസ്തവത്തിൽ. ഇതുവരെ നമുക്ക് അതിൻ്റെ വിഭാഗീയത അല്ലായിരുന്നു പ്രധാനം. പക്ഷേ ഇനി അങ്ങോട്ട്, പ്രത്യേകിച്ച് ഇത്രയും കൂടി വലതുപക്ഷവൽക്കരിക്കപ്പെട്ട കാലത്ത്, അതിൻ്റെ വിഭാഗീയതകൾ അതിൻ്റെ അകത്തുള്ളവർ അഡ്രസ്സ് ചെയ്യണം, തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യണം. ഞാൻ ഈ ഇടയ്ക്ക് ആനന്ദ് പട്വർദ്ധൻ്റെ വസുധൈവ കുടുംബം എന്നുള്ള സിനിമ കണ്ടു. അതിൻ്റെ അകത്ത് അതിസമ്പന്നരും വലിയ സ്വാധീനമുള്ളവരുമായ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ആത്മകഥയാണ്. പക്ഷേ ഈ ഗോഡ്സെയുടെയൊക്കെ അതേ സമുദായമാണ്. അതിൻ്റെ അകത്തുനിന്നും വലിയ ത്യാഗികളായ കോൺഗ്രസ്സുകാരെക്കാലത്തുണ്ടായി, സോഷ്യലിസ്റ്റുകൾ, വിപ്ലവകാരികൾ അതിൻ്റെ അകത്തുണ്ടായതിൻ്റെ ചരിത്രം കൂടാണ്. അപ്പം അവരുടെ വീട്ടിലാണ് ആനന്ദ് പട്വർദ്ധൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ് അംബേദ്കർ താമസിച്ചിട്ട് ഒരു പുസ്തകം എഴുതുന്നത്. അംബേദ്കർ അന്ന് ആരും താമസിപ്പിക്കില്ല. അംബേദ്കർ പോയത് രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ല, ഒരു കേസ് പറയാൻ പോയതാണ് അഹമ്മദ്നഗറിൽ. അപ്പോൾ അവിടെ താമസിക്കാൻ മുറി കിട്ടിയില്ല, ഹോട്ടൽ കിട്ടിയില്ല, ഹോട്ടലൊന്നും ഇല്ല, ഉള്ള ഹോട്ടൽ. അപ്പോൾ അംബേദ്കർ ഇവരുടെ ഫാം ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അക്കാലം മുതലേ നമ്മൾ വളരെ ഐഡിയലിസ്റ്റായ ആളുകളെ, ഇതൊക്കെ എക്സെപ്ഷൻസ് ആണ് കേട്ടോ. അത്തരം ഐഡിയലിസത്തിൻ്റെ തുടർച്ച നമ്മൾ വലിയ ജനാധിപത്യവൽക്കരിക്കണം ഐഡിയലിസത്തെ. അതിന് വേണ്ടിയിട്ട് ഈ വിഭാഗീയത എല്ലാ നിലയ്ക്കും, ഞാൻ ആ നിലയ്ക്കാണ് ഈ മുസ്ലിം സ്വത്വവാദത്തിനും ദളിത് സ്വത്വവാദത്തെയും ക്രിട്ടിക്കലായിട്ട് കാണണമെന്നും കൂടെ ഞാൻ പറയും. അതിൻ്റെ കൂടെ കാലം എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഗാന്ധിയെക്കുറിച്ച് കവിത എഴുതിയപ്പോഴത്തേക്കും ആ കവിത, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒന്നുമല്ല, അതിൻ്റെ താഴെ വന്ന ചില കമൻറ്റുകൾ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. കാര്യം ഗാന്ധിയെ ചുമ്മാ തെറി പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ അല്ല അതിനെ കാണാൻ. ഗാന്ധിയെ ക്രിട്ടിക്കലായിട്ട് കാണുന്നത് പോലെ തന്നെ നമ്മൾ അംബേദ്കറിസത്തിൻ്റെ ഇന്നത്തെ ആക്ടിവിറ്റികളെയും ക്രിട്ടിക്കലായിട്ട് കാണണം. ഗാന്ധിയെ ഇപ്പം ഞാൻ അക്കാര്യത്തിൽ അരുന്ധതി റോയിയെ ഞാൻ അനുകൂലിക്കില്ല. അരുന്ധതി റോയ് കുറേ കൂടെ ചരിത്രത്തെ മിതമായി സമീപിക്കണം എന്നുള്ളത്. എന്നാലേ ഇന്ത്യയിൽ ഇപ്പോഴത്തെ കോൺടെക്സ്റ്റിൽ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല എഴുത്തുകാരിയായ അരുന്ധതി റോയിയുടെ ഉള്ള വിമർശനത്തിൽ തന്നെ നമുക്ക് അത് തുടങ്ങാമെന്നുള്ളതാണ്, ഒരു എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക്. ഞാനിപ്പം ഒരു കാര്യം പറഞ്ഞ് നിർത്താം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കവിതയുടെ കാര്യം പറഞ്ഞില്ലേ, ഏകാന്തയുടെ 50 വർഷം. അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞാണ് ഞാൻ ഈ കവിത എഴുതുന്നത്, മെഹബൂബ് എക്സ്പ്രസ് എന്നുള്ളത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളറിയാതെ മാറും. ഞാൻ പിന്നീട് ആലോചിക്കുമ്പോഴാണ്, ഒന്നാമത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ന്യൂട്രലായൊരു പേരായിരുന്നു രാഘവൻ എന്നുള്ളത്. അതുപോലെ ഹിന്ദു നാമമാണെന്ന് എൻ്റെ തന്ന് പലരും പറഞ്ഞിരുന്നു. ഞാനത് പക്ഷേ അത് ക്രിട്ടിക്കലായിട്ട് ഞാൻ പിന്നെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഈ കവിതയൊക്കെ മെഹബൂബ് എക്സ്പ്രസ് ഒക്കെ എഴുതുമ്പോൾ അത് കുറച്ചുകൂടെ പാൻ ഇന്ത്യനായ കവിതയാവുകയും അതിൽ മുസ്ലിം സ്വത്വം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആവുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും ആ കവിതയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു വലിയ പാൻ ഇന്ത്യൻ ദുഃഖത്തെയും വലിയ സങ്കടങ്ങളെയുമാണ്. മറ്റേതിൻ്റെ അടുത്ത് കോമയായിരുന്നെങ്കിൽ ഇതിൽ ഭ്രാന്തിനെയാണ്. ഇതിൽ വലിയ ഭ്രാന്തുണ്ട്, ഡിപ്രഷനും എക്സെൻട്രിസിറ്റിയും ഒരുതരം മുഴുഭ്രാന്തെന്ന് പറയാം. അങ്ങനത്തെ ഒരു ഭ്രാന്ത് പിടിച്ചിട്ടുള്ളൊരു മനോഘടനയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളൊക്കെ തന്നെ അറിയാതെ എന്തുമാത്രം ഈ കോമയിൽ നിന്ന് ഭ്രാന്തിലേക്ക് നമ്മൾ മാറി ആലോചിക്കണം. ആ ഭ്രാന്ത് നമ്മൾ നിയന്ത്രിച്ച് വലതുപക്ഷ വിരുദ്ധമായ ഔചിത്യമുള്ള ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ പ്ലാറ്റ്ഫോമാക്കി പരിവർത്തിപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്വം നമ്മുടെ മക്കളുടെയും ജനറേഷനിലുണ്ട്. ഇപ്പം ഞാനൊക്കെ ചിലപ്പം ഈ പ്രോസസ്സിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിരിക്കും. കുറേ കൊല്ലങ്ങളെടുക്കും. എന്തായാലും വലിയ ഒരുപാട് ചോര ഒഴുകാതെ ആ മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്കിപ്പോൾ പറ്റുള്ളൂ. എൻ്റെ പെസിമിസ്റ്റിക്കായ അഭിപ്രായങ്ങളിലൂടെ ഞാൻ പുതിയ തലമുറയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.